ഈ സിംഗിൾ പാരന്റിനെ, പ്രത്യേകിച്ച് സിംഗിൾ മദർ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ സൊസൈറ്റിക്ക് അവരെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറേ വർഷം കൂടി ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാനുണ്ടായി. അപ്പോൾ അവളുടെ ഒരു മോള് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയെ കണ്ടപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പാരന്റ് ഒരു കാര്യം എന്നോട് പറയണ്ടായി. അവള് ഈ ഒരു സമയത്ത് അവനെ ഡിവോഴ്സ് ചെയ്ത് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവളുടെ പാരന്റ്സ് ഒക്കെ വയസ്സായിരിക്കല്ലേ, അവർക്കൊന്ന് സമാധാനമായിട്ട് കണ്ണടയ്ക്കാനും കൂടി പറ്റില്ല. അവരുടെ കാലം കഴിഞ്ഞിട്ട് അവൾക്ക് തോന്നിയ പോലെ ആകാമായിരുന്നു എന്ന്. ഈ കുട്ടി സഹിക്കാവുന്നതിന്റെ അപ്പുറം സഹിച്ചതിന് ശേഷമാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. ആ കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടുകാര് പുറമേക്കൊക്കെ ഭയങ്കര ജനറസ് ആയിട്ടുള്ള ആളുകളാണ്. എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. എന്താ പറയാ, നമ്മളിങ്ങനെ പറയില്ലേ, പാത്രം വെച്ചു കൊടുക്കണം, ആ സ്നേഹം കൂടെ നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് കാര്യമായിരുന്നു. പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം പോലും നല്ല രീതിക്ക് കൊടുക്കാൻ, വീട്ടിൽ വന്നു കയറിയവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി കാണിക്കാത്ത വ്യക്തികളായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞപ്പോൾ പാരന്റ്സ് പറഞ്ഞു നിനക്ക് തോന്നുന്നതായിരിക്കുന്നു. കാരണം അവരുടെ ഒരു അപ്പിയറൻസ് സൊസൈറ്റിയിൽ അങ്ങനെയായിരുന്നു. അവരങ്ങനെയാണ് അവരെ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ നാട്ടിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഫുഡ് കൊടുക്കുന്ന ഒരു ടീം, എന്ത് സഹായവും ചെയ്തു കൊടുക്കുന്ന ആളുകൾ. അപ്പോൾ ഈ കുട്ടീനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന പാരന്റ്സ് ആയതുകൊണ്ട് അവർ ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. പക്ഷെ അപ്പോഴും ഇവിടെ പാരന്റ്സിനല്ല പ്രശ്നം, പുറത്തു നിന്ന് കാണുന്നവരാണ് പറയുന്നത് ഈ കുട്ടിയുടെ പാരന്റ്സ് വയസ്സായിട്ടിരിക്കുകയല്ലേ, അവർക്ക് സമാധാനമായിട്ട് മരിക്കാൻ പറ്റുമോ ഇവളിങ്ങനെ വന്നു നിന്നാൽ. ഒരു ദുരന്തത്തിൽ ആ കുട്ടിയെ ആക്കിയിട്ടിട്ട് അത് മനസ്സിലാക്കിയിട്ടും കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ സിംഗിൾ പാരന്റ് അല്ലെങ്കിൽ സിംഗിൾ മദർ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കുറ്റമായി കണ്ടിരുന്ന ഒരു സമൂഹത്തിൽ നിന്നൊക്കെ നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. 2025 അവസാനത്തിൽ വന്ന് നിൽക്കുമ്പോഴും ആ പഴയ ആ ഒരു ചൂഴ്ന്ന നോട്ടം, ആ നോട്ടം ഒന്നും വേണ്ട. ഓരോരുത്തരും അവരവരുടേതായ സന്തോഷത്തില് സമാധാനത്തില്, സന്തോഷം എന്നല്ല പറയുന്നത്, സമാധാനത്തില് ജീവിക്കാൻ ഏത് വഴിയാണോ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ അവരെങ്ങനെ ക്രൂശിക്കാതിരിക്കുക. ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാനായിട്ട്. ആ പ്രശ്നങ്ങൾ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ഇനി അതല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മൊത്തത്തിൽ അത് ധരിപ്പിക്കാനായിട്ട് അവർ തയ്യാറാകണമെന്നും നിർബന്ധമില്ല. ഇവിടെ ഈ കേസിൽ വളരെ ജെന്യുവിനാണ്. ആ കുട്ടി അത്രയും അഡ്ജസ്റ്റ് ചെയ്തു എന്നൊക്കെ എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കേസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അപ്പോൾ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. Let light shine out of darkness.